ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 31, പേജ് നമ്പർ 699. യഥാ ഭൂതപൃഥഗ്ഭാവമേകസ്തമനുപശ്യതി തഥാ ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യത്തെ തഥാ. പദാനുപദം. യഥാ യാതൊരിക്കൽ, ഭൂതപൃഥഗ്ഭാവം വിവിധ ജീവികളെ, ഏകസ്ഥം ഏകസ്ഥമായിട്ടും, തതഃ ഏവ അപ്പോൾ മുതൽക്കു തന്നെ, വിസ്താരം ച വിസ്താരത്തെയും, അനുപശ്യതി പ്രാമാണികരിലൂടെ ദർശിക്കാൻ ശ്രമിക്കുന്നു, തഥാ അപ്പോൾ, ബ്രഹ്മഭൂതാവസ്ഥ സമ്പദ്യത്തെ പ്രാപിക്കപ്പെടുന്നു. വിവർത്തനം. വിവേകശാലിയായ ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്തുകയും ജീവജാലങ്ങളുടെ ആവിർഭാവങ്ങൾ എങ്ങനെയെന്നു കാണുകയും ചെയ്യുമ്പോൾ അയാൾ ബ്രഹ്മധാരണയിലെത്തുന്നു. ഭാവാർത്ഥം. ജീവികളുടെ നാനാവിധ ശരീരങ്ങൾ ജീവാത്മാക്കളുടെ വിഭിന്നങ്ങളായ ആഗ്രഹങ്ങളിൽ നിന്നുളവാകുന്നു എന്നും വാസ്തവത്തിൽ ആത്മാവിനെ ബാധിക്കുന്നില്ലെന്നും കാണുന്നവനത്രേ യഥാർത്ഥ ദർശി. ഭൗതികതാ സങ്കല്പപ്രകാരം ഒരാളെ ദേവനായും മറ്റൊരാളെ മനുഷ്യനായും, ഒരു ജീവിയെ നായയായും മറ്റൊന്നിനെ പൂച്ചയായും നമ്മൾ കാണുന്നു. ഭൗതിക വീക്ഷണമാണിത്, ശരിയായ വീക്ഷണമല്ല. ഈ ഭേദഭാവനയ്ക്ക് കാരണം ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പമാണ്. ഭൗതിക ശരീരത്തിൻ്റെ നാശത്തിനു ശേഷം ആത്മാവ് മാത്രമേയുള്ളൂ. ആത്മാവ് ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താൽ പല വിധമുള്ള ശരീരങ്ങൾ കൈക്കൊള്ളുന്നു. ഇത് ദർശിച്ചവന് ആധ്യാത്മിക വീക്ഷണമുണ്ട്. ഇങ്ങനെ വലുത് ചെറുത് മനുഷ്യൻ മൃഗം എന്നിങ്ങനെയുള്ള ഭേദഭാവങ്ങളിൽ നിന്ന് മുക്തനാവുന്ന ഒരാൾ വിശുദ്ധപ്രജ്ഞനായി തീരും. തൻ്റെ ആത്മീയ വ്യക്തിത്വത്തിൽ കൃഷ്ണാവബോധം വളർത്താൻ അയാൾക്ക് കഴിയും. ആ സ്ഥിതിയിൽ കാര്യങ്ങളെ അയാൾ എങ്ങനെ കാണുമെന്ന് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. ഹരേ കൃഷ്ണ.